കരയ്ക്കുള്ളില് ചോര കണ്ണുയൽ ഇങ്ങു നീലത്തുഴുത്തില് നീർപ്പരപ്പിൽ നിലവിലും അമ്പിളി കരയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻചൂഡിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? സനില. സ്ഥലം എവിടെയാ? എറണാകുളം. എറണാകുളം. അനന്തിക. മിനി. ഓക്കെ. ഭുവനേന്ദ്രൻ. ഹലോ, പേര് പറയൂ. നെയ്തൽ. പല്ല് നോക്കട്ടെ. ശരാ, പല്ല് മൊത്തം പോയി. നല്ല മിഠായി വീട്ടിയുണ്ടെന്ന് തോന്നുന്നു. സൈരന്ദ്രി. അനീഷ്. ഓ, അമ്മച്ചിയാണ് ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നിന്നത് കുസൃതി ചോദ്യം ചോദിക്കാനായിട്ട്. അപ്പോൾ ഞാൻ 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അറിയാവുന്നവർ ആൻസർ പറയുക. 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക. കൂടുതൽ പറയുന്ന ആരാണോ അവർക്കാണ് സമ്മാനം. ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ്? കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ്? എന്താ? തേയില. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ 1 പോയിന്റ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. തേയില. നല്ലൊരു ക്ലാപ്പ് കൊടുക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ. കടയിൽ കിട്ടാത്ത മാവ് ഏത്? കടയിൽ കിട്ടാത്ത മാവ് ഏത്? കടയിൽ കിട്ടാത്ത മാവ് ഏത്? കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആൻസർ നമുക്ക് എല്ലാവർക്കും ഉള്ളതാ. ആത്മാവ്. ആത്മാവ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരും ആഗ്രഹിക്കാത്ത ഒരു പണം എന്താണ്? ആർക്കും ആഗ്രഹിക്കാൻ പറ്റാത്ത ഒരു പണം. 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 പണം ആൻസർ. ആരോപണം കറക്റ്റ് ആൻസർ. ആൻസർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന ഒരു സ്ഥലപ്പേര് പറയൂ. ഗോവ. യെസ്, കറക്റ്റ് ആൻസർ. ആഹാ, അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമായി. എനിക്ക് നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് പുള്ളിക്കരുതി. അതെ, അത് ഞാൻ അങ്ങനെയും കൂടെ പറയാം. പ്രേക്ഷകർ വിചാരിക്കുമ്പോ ഇത് സ്ഥിരം പരിപാടിയാണല്ലോ എന്റെ. അടുത്ത ക്വസ്റ്റ്യൻ. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആര്? ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ. ഡ്രൈവർ ആൻസറിൽ വരുന്നുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ നിന്ന് ഒരു ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വെട്ടും തോറും നീളം കൂടുന്നത് എന്താണ്? നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ ചിലപ്പോൾ വെട്ടിയെടുക്കാറുണ്ട്. ചിലപ്പോൾ തർക്കങ്ങളുണ്ടാവും, കേസാവും, വഴക്കാവും, പിന്നെ അടിപിടിയായി. ഒന്നും പറയണ്ട. വെട്ടും തോറും നീളം കൂടുന്നത് എന്താണ്? ഇനി എറണാകുളത്ത് അങ്ങനെയൊന്നും ഇല്ലേ എന്തോ, നമ്മുടെ തിരുവനന്തപുരത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. അതെനിക്ക് അറിയത്തില്ല. അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ തോണ്ടി എടുക്കാറുണ്ട്. അതിന്റെ പേരിലും വഴക്ക് കൂടും. വെട്ടും തോറും നീളം കൂടുന്നത്. 2 അക്ഷരം. 2 അക്ഷരേ ഉള്ളൂ. വേലിയല്ല. വെട്ടും തോറും നീളം കൂടുന്നത് എന്ത്? പറയട്ടെ. വഴി. വഴി. വഴി നമ്മൾ വെട്ടും തോറും അതിന്റെ നീളം കൂടിക്കൊണ്ടിരിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ. അപ്പുറത്തെ വീട്ടിലും ചിലര് അങ്ങനത്തെ പ്രശ്നം എറണാകുളത്തൊന്നും ഇല്ല. ഇല്ല, സീരിയസ്ലി ഞാൻ ചോദിച്ചാ. ഉണ്ട്, തിരുവനന്തപുരത്ത്. വലിയതായിട്ടില്ല അല്ലേ? ഞങ്ങളൊക്കെ വഴി കണക്കാക്കി വെച്ചിട്ടാണ് വഴി വെട്ടുന്നത്. പക്ഷേ ഇത്ര കിലോമീറ്റർ വഴി വേണം, അത്രയും വഴി അങ്ങോട്ട് വെട്ടുക. വേറെ തർക്കമൊന്നുമില്ലല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അങ്ങനെ കൊടുത്താലും എനിക്ക് കുഞ്ഞിയും വേണമെന്ന് പറഞ്ഞ് വെട്ടി വഴക്കുണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ അറിയാം, അതുകൊണ്ടാ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരും യാത്ര ചെയ്യാത്ത ബസ് ഏതാണ്? സിലബസ്. യെസ്, കറക്റ്റ് ആൻസർ. ഈ ഒരു അടുത്ത ക്വസ്റ്റ്യൻ. പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല. എന്താണ് ഈ ഒരു സാധനം? നമ്മൾ പറയുമ്പോൾ നിറം കാണും, പക്ഷെ കാണുമ്പോൾ അതിന് ആ പറയുന്ന ആ ഒരു നിറം ഇല്ല. എന്താണ്?
തന്നെ വേഗം വേഗം ക്ലൂ നിങ്ങൾ ഇട്ടേക്കുന്ന ഡ്രസ്സിൽ ആ ഒരു കളർ രണ്ടുപേര് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇച്ചിരി ഒന്ന് ഡാർക്കും ഒന്ന് ബ്രൈറ്റ് ഓറഞ്ച് ഓറഞ്ച് അല്ല, ആ കളറുമായിട്ട് ബന്ധപ്പെട്ടാണ് ആൻസർ വരുന്നത്. ഒന്നും പറഞ്ഞ ഒന്ന് ലൈറ്റ് കളറുമാണ്, ഒന്ന് ഡാർക്ക് കളറുമാണ്. ചോദ്യം പറഞ്ഞ പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല. എന്താണ്? ആൻസർ പറയാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. ചേച്ചിക്കാരനൂടെ അയ്യോ മച്ചി മൈൻഡ് ചെയ്യുന്നില്ലേ? പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല. ഇത് മനുഷ്യന് അത്യാവശ്യം വേണ്ട സാധനമാണ്. നമ്മളെ ശരീരത്തിന്റെ ഒരു 70% ഈ ഒരു സംഭവം എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ എങ്കിലും ഇതിന് പറയുന്ന മറ്റൊരു പേര്. അല്ല നമ്മളെ രക്തത്തില് ഇതിന്റെ ഹീമോഗ്ലോബിൻ ഇല്ല അല്ല ടൈമോട്ടായി പച്ചവെള്ളം. പച്ചവെള്ളം. പച്ചവെള്ളം പറയുമ്പോൾ നിറമുണ്ട് പച്ച, പക്ഷെ കാണുമ്പോൾ നിറയില്ലല്ലോ. അത്രേ ഉള്ളൂ. വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കണ്ണുയൽ, ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിലവിലും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കൊഴുമ്പരന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി തന്നെ വലിഞ്ഞിക്കേടി ദുരിത്തില്ലെന്നു പതുങ്ങിയല്ലോ, ധരക്കൊഴുപ്പുള്ളൂരായി ചേരപ്പും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടി മുഖം അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിലം വാവേ, കഥ കേട്ട് മെല്ലെ മെഴി പൂട്ട് മാറിൻ ചൂടിൽ കുഴങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെ ഓമൻ ചിരിയോടെ കുഞ്ചി കളിയാടി വളരി വളരി. സൂപ്പർ, അടിപൊളി. ഇതെങ്ങനെ കളിച്ചെടുത്ത്? ഇത് ആര് പഠിപ്പിച്ചെന്ന്? ടിവിയിൽ കണ്ടങ്ങ് പഠിച്ചതാ. മുടുക്കി. ചേച്ചിയുടെ പേരെന്തായിരുന്നു? സനില. സനില. ഇപ്പോൾ ഇന്നത്തെ ഇൻചോർജ് പ്രോഗ്രാമിന്റെ വിജയ് സനില ചേച്ചിയാണ്. ചേച്ചിക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം നൽകുന്നതിന് വേണ്ടി VMT ന്യൂസ് റിപ്പോർട്ടറായ രഖിലയെ ക്ഷണിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എല്ലാവർക്കും ആസ്വദിച്ചെന്ന് മനസ്സിലായി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.